അപ്പം നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷം ഓണാഘോഷം ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി അപ്പം ഇവർ എന്നോട് വന്ന് ചോദിച്ചു, മാഷ എന്നെ ഞാനിപ്പോൾ ഇവരായിട്ട് കുറച്ച് സൗഹൃദത്തിൽ പോകുന്നുണ്ട്, മലയാളം മാഷൊക്കെ ആയതുകൊണ്ട് ഇവരെന്നോട് സാറേ ചെറിയ രീതിയിലൊരു മാവേലി വരവൊന്ന് സെറ്റ് ചെയ്തോട്ടെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെറിയ രീതിയിലല്ലേ, ഓക്കെ. അപ്പം സാറേ പക്ഷേ മേക്കപ്പ് സ്കൂളിൽ നിന്ന് ഇട്ടാൽ അതിൻ്റെ ഇത് പൊളിഞ്ഞു പോകും, സർപ്രൈസ് പൊളിയും, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് മേക്കപ്പ് ഇട്ടിട്ട് വരാം. ഞാനപ്പോൾ എച്ചമ്മിനോട് മനസ്സിലായി, ടീച്ചറെ ഇങ്ങനെയാണ് പറയുന്നത്, അവർ പുറത്തുനിന്ന് മേക്കപ്പ് ഇട്ടിട്ട് വരാമെന്നാണ് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും അവർക്ക് ഒരു അനുമതി കൊടുക്കുക. ആ മാവേലി അല്ലേ സാറേ വന്നോട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ മറ്റേ ഈ പിശാജ് ബൈക്കില്ലേ, മറ്റേ അങ്ങനെ അതേൽ രണ്ടവന്മാരിങ്ങനെ വൻ ശബ്ദത്തിൽ ഈ ബൈക്ക് രണ്ടെണ്ണം ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ അടിച്ചു കയറി വരികയാണ്. അപ്പോൾ അതിൽ രണ്ട് പൂക്കുറ്റി ഇങ്ങനെ ണ്ട് രണ്ടവന്മാർ ബേക്കിൽ നിൽക്കുന്നുമുണ്ട്. അതിൻ്റെ പുറകെ ഒരു ഫെരാരി പോലത്തെ ഒരു കാറ്, ഈ കാറേൽ കാറിങ്ങനെ വന്നിട്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ, അപ്പം ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുത്തൻ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഫെരാരി കാറ് കറങ്ങുന്നു, ബൈക്ക് ഇറങ്ങുന്നു, ഒരുത്തൻ വായിൽ മണ്ണെണ്ണ എടുത്തിട്ട് തുപ്പാണ്, എന്നിട്ട് തീപ്പന്തത്തെ തുപ്പി തീ പാറിക്കുന്നു. ഇങ്ങനെയുള്ള വൻ ആഘോഷം സ്കൂൾ ഗ്രൗണ്ടിൽ. ഞങ്ങളെല്ലാവരും കൂടെ അധ്യാപകർ ഇറങ്ങി ഓടിക്കുന്നു, അടിക്കുന്നു, പിടിക്കുന്നു. അങ്ങനെ ഒരു യുദ്ധക്കളമായിട്ട് ഇത് മാറി. അവസാനം ഇവന്മാരെല്ലാം പിടിച്ച് തടങ്കലിൽ പിടിച്ച് ഓഫീസിൽ കൊണ്ടുവന്ന് വിചാരണയാണ്. ആ സമയത്ത് ഇവർ പറഞ്ഞു, സാറേ ഇപ്പം ഉള്ളത് പറയുന്നതാണ്, സാറേ ഞങ്ങളിത് മുഴുവൻ ചെയ്തത് ഈ സ്കൂളിന് വേണ്ടിയിട്ടാ. ഞാൻ ചോദിച്ചു സ്കൂളിന് വേണ്ടിയിട്ട് എന്ത് സാറേ? ഈ സ്കൂളിലേക്ക് കുട്ടികളുടെ അഡ്മിഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ഇതാണോ അഡ്മിഷൻ? ഞങ്ങൾ പഠിപ്പിക്കുന്നില്ലടാ, ഞങ്ങളൊക്കെ മാന്യമായി പഠിപ്പിക്കുന്നില്ല, അതല്ലേ അഡ്മിഷൻ കൂട്ടാൻ ചെയ്യേണ്ടത്. ആര് വരും സാറേ? അപ്പൊ ഉമ്മാര് പറയാണ്, സാറേ മഞ്ഞക്കടമ്പെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊരു സ്കൂളുണ്ട്, ഈ സ്കൂളുകാര് ഓരോ പരിപാടിക്കും ഇൻസ്റ്റയിൽ റീൽ ഇട്ടോണ്ടിരിക്കുക, അവരുടെ സ്കൂളിന്റെ റീല്. അപ്പൊ ഇൻസ്റ്റയിൽ നടക്കുന്ന യുദ്ധമാണ് ഈ പരിപാടി. അപ്പൊ ഇവർ ഇൻസ്റ്റയിൽ റീലിട്ടിട്ട് മഞ്ഞക്കടമ്പ് സ്കൂളിൽ ഇതാ ഓണാഘോഷം ഉളുക്കൽ സ്കൂളിൽ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തത്. ഇതെല്ലാം അപ്പം സത്യം പറയാം, അതിനുശേഷം ഞങ്ങളുടെ സ്കൂളിൽ കുറച്ച് കുട്ടികൾ കൂടി എന്നതാണ് ഞങ്ങളുടെ സ്കൂളിൽ. എന്നിട്ട് ഞാൻ ഇപ്രാവശ്യം ഈ പിള്ളേരെ പിടിക്കാൻ വേണ്ടി UP സ്കൂളിലേക്ക് ചെല്ലും. അപ്പം നമ്മുടെ ഔദ്യോഗിക പേജല്ലാണ്ട് ഇവർ വേറെ പേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അപ്പം വേറെ അക്കൗണ്ട് ഉണ്ട് അവർക്ക്. അപ്പം ഞാൻ ആ UP സ്കൂളിലെ കുട്ടികളോടെല്ലാം ചോദിച്ചു, അല്ലടാ നമ്മുടെ സ്കൂളിലെ റീലൊക്കെ കാണില്ലേ? അപ്പം കൂടി കാണുന്നുണ്ട് സാറേ, കാണുന്നുണ്ട്. പിള്ളേർ അതെല്ലാം കണ്ട് UP സ്കൂൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെയാ എന്ന് പറഞ്ഞാൽ ഇതാണ് നിലവിലുള്ള നമ്മുടെ സ്കൂളിൻ്റെ യാഥാർത്ഥ്യം, വിദ്യാഭ്യാസ മേഖലയിലെ യാഥാർത്ഥ്യം. ഈ കാര്യം സാഹിത്യത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ ദൈനംദിനം ക്ലാസ്സിൽ പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഇവരുടെ മനസ്സെന്താണ്, ഇവരെന്താണ് ഇവരുദ്ദേശിക്കുന്നത്. നമ്മളിപ്പം അഡോളസൻസ് എന്ന് പറയുന്ന വെബ് സീരീസ് വന്നു. അപ്പോഴാണ് ആൻഡ്രൂ ടൈറ്റ് ആരാണ്, അല്ലെങ്കിൽ എന്താണ് സിഗ്മ മെയിൽ. എൻ്റെ സ്കൂളിലൊന്നും സിഗ്മ മെയിൽ ആരാന്ന് ടീച്ചേഴ്സിന് ആർക്കും അറിയത്തില്ല. അപ്പം ഞാനൊരു ദിവസം ടീച്ചേഴ്സിന് കാണിച്ചു കൊടുത്തു സിഗ്മ മെയിൽ എന്താണെന്ന്. എന്നുവെച്ചാൽ യുവജനോത്സവം അവിടെ പെണ്ണുങ്ങളുടെ തിരുവാതിര, പെൺകുട്ടികളുടെ തിരുവാതിര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്മ മെയിലായ കുറച്ചവന്മാർ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുകയാണ്. ഇത് കാണൂല, നമ്മൾ സ്ത്രീകളുടെ ഒരു പരിപാടി നമുക്ക് കാണണ്ട, ഞങ്ങൾ സിഗ്മകളാണ്. ഇവർക്കറിയാം, അവർക്ക് പിള്ളേർക്ക് മനസ്സിലായി സിഗ്മ എന്താണെന്ന്. അപ്പം ഞാൻ എന്താണ് സിഗ്മ എന്ന് ഞാൻ അന്വേഷിച്ചപ്പം നമ്മുടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമയില്ലേ, അതിലെ ശ്രീനിവാസന്റെ കഥാപാത്രമാണ് നമ്മുടെ ഒരു ലക്ഷണമൊത്ത സിഗ്മ. എന്ന് പറഞ്ഞാൽ എനിക്ക് മൃദുല വികാരങ്ങളില്ല, കുറ്റവാളികളെ കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹമാണ് ഞാൻ. പിന്നെ ഇത് ആൻഡ്രൂ ടൈറ്റ് എന്ന് പറയുന്ന ടോപ്പ് ജി എന്ന് പറയുന്ന ആളുടെ ഇതായിട്ട്, അതാണ് അഡോളസൻസ് എന്ന് പറയുന്ന വെബ് സീരീസ് ചർച്ച ചെയ്യുന്ന സംഭവം. അതാണ് കുട്ടികൾ അവരെ എങ്ങനെ അവരുടെ വികാരം എന്താണ്, അവരെന്താണ്, അവരുടെ ലോകം ഏതാണ്, ആ ലോകം നമുക്കറിയുകയില്ല. അപ്പം ഞാനിപ്പോൾ അടുത്ത എൻ്റെ നോവല് ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ്, അവരുടെ ലോകം ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ശ്രമിക്കുന്നതാണ്. കാരണം 2 പിള്ളേർ എനിക്കുണ്ട്. അഡൽട്ട് നോവലാണ്. പക്ഷെ അതിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇവരുടെ ലോകം എന്താണ്. കാരണം എൻ്റെ 2 മക്കളും എന്നോട് വൈകുന്നേരം വന്ന് വീട്ടിലിരുന്ന് പറഞ്ഞു തരുന്ന, അച്ഛൻ ഇതാണ് സിഗ്മ മെയിൽ, ഇതാണ് മറ്റേ പരിപാടി, ഇവർക്ക് ഈ ഐറ്റം എല്ലാം ഇവർക്ക് പിടിക്കും. അപ്പം അത് സിഗ്മ മെയിൽ കഴിഞ്ഞെന്ന് എനിക്കൊന്ന്, അല്ല കഴിഞ്ഞില്ലേ മക്കളെ, സിഗ്മ മെയിലിൻ്റെ സീസൺ കഴിഞ്ഞില്ലേ, അടുത്ത പരിപാടിയിലേക്കൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ജെൻസി നോവലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഈ ദേശാഭിമാനിയിൽ വരുന്ന നോവലും അങ്ങനെയല്ല. അതാണ്
അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആകാശവിസ്മയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു നോവൽ എഴുതാൻ തുടങ്ങിയത് അത് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ നൗസ്ഗാർഡ് എന്ന് പറഞ്ഞ എഴുത്തുകാരനുണ്ടല്ലോ നോർവേയില്, അദ്ദേഹം ഒരു ശൈലി ലോകത്തിന് ഒരു ശൈലി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഒന്നും നോക്കാതെ എഴുതുക, ചുറ്റുമുള്ള അപ്പനും അമ്മയും മക്കളും ഭാര്യയും എല്ലാം കഥാപാത്രങ്ങളാകുന്ന ഒരു സംഭവം. അതാണ് അതിൻ്റെ തുടക്കമായിട്ട് 1-2 കുറിപ്പുകളൊക്കെ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം അത്തരം ഒരു പരിപാടിയിലേക്കാണ് പോകുന്നത്. അതിപ്പം ഈ ആഴ്ച 2 ആഴ്ച കൊണ്ട് തീരും. അന്നേരം ബുക്കാവും. ജൂണിൽ ബുക്കായിട്ട് വരും. എന്തൊക്കെയാണ് സന്തോഷ് സാറിന്റെ പുതിയ പരിപാടികൾ കൂടെ അറിയാൻ ആഗ്രഹം? ഞാനിപ്പോ സമീപകാലത്ത് ഇപ്പൊ ഈ നോവലൊന്നും സമീപകാലത്ത് ഞാൻ വായിക്കുന്ന ചില എനിക്ക് തോന്നുന്നത് ഞങ്ങളെ തപോമയുടെ അച്ഛനാണ് ഹിറ്റായി ഏറ്റവും ഹിറ്റായി ഞങ്ങളൊന്ന്. അപ്പൊ അതിനുശേഷം കുറെ വർഷങ്ങളായി ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഉണ്ട്. പക്ഷെ അത് ഞാൻ എഴുതി തുടങ്ങിയിട്ടില്ല. അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു വർക്കാണ്. ഒരു 10 കൊല്ലമൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. ശരിയല്ല. ഇപ്പൊ തൽക്കാലം ഇനി ഇടവേളയിൽ നമ്മുടെ ചെറുകഥയൊക്കെ നമ്മളെ രൂപപ്പെടുത്തിയ ചില വലിയ എഴുത്തുകാരുടെ പറ്റിയിട്ടുള്ള ചില ലേഖനങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ദേശാഭിമാനിയിൽ മിക്കവാറും മുമ്പ് യുവകവിക്കുള്ള കത്തുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് റിൽക്കയുടെ. അല്ല, അന്ന് അത്ര ഒരു 28 കൊല്ലം മുമ്പ് ചെയ്താ. അപ്പൊ ഇപ്രാവശ്യം അതൊന്ന് പുതുക്കി പുതിയ എഴുത്തുകാർക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള കത്തുകളാണത്. അത് സ്വപ്നങ്ങളും സങ്കല്പങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ കത്തുകള് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ പകുതിയായി. അത് ഞാൻ കൊടുക്കാം. അതിപ്പോ സീരിയലൈസ് ചെയ്ത് വരും. അതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ ഒരു പണി എന്നുള്ളത് പറയാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നമ്മൾ ഈ തള്ളുന്ന നമ്മൾ കുറച്ചു നേരമായി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിലേക്ക് പോകാം. അതിനു മുമ്പ് ഒറ്റ കാര്യം കൂടെ ഞാൻ ചോദിക്കാം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് പസിൽ ആണല്ലോ, ലിറ്ററേച്ചറിന്റെ പസിൽ. ഈ പസിലുകളൊക്കെ നമ്മുടെ നിരൂപകർക്ക് പിടികിട്ടുമോ? നമ്മൾ എഴുതിയാൽ നമ്മുടെ സോക്കോൾഡ് നിരൂപകർക്ക് ഇപ്പം മുതലിൽ ഞാൻ എഴുതിയ പസിലുകളും തപോമയുടെ അച്ഛനിൽ നിങ്ങൾ എഴുതിയ പസിലുകളും, മുതലിൽ ഞാൻ ശ്രമിച്ചത് ഇന്ത്യ ചരിത്രത്തിൻ്റെയും ആത്മീയതയുടെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും ലോക ചരിത്രത്തിൻ്റെയും ഒക്കെ പിന്നാമ്പുറത്ത് നിന്നിട്ട് അതിനെ എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ള ഒരു സംഭവമാണ് ഞാൻ ആലോചിച്ചത്. ഈ ഒരു കാര്യം പസിൽ സംഭവമാണല്ലോ ഇത്. അതിനെ മനസ്സിലാക്കിയെടുക്കാൻ, ഈ പസിൽ ഗെയിമിനെ മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ സോക്കോൾഡ് നിരൂപകർക്ക് സാധിക്കുമോ ഇല്ലയോ? ഇതൊരു വളരെ പസിലിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, നിരൂപണം എന്നുള്ള ഒരു പരിപാടിക്ക് ഇപ്പോൾ കാര്യമായ ഒരു ശ്രദ്ധ മാസികകളിൽ നിന്നും കിട്ടുന്നില്ല. ശരിക്കും ഒരാൾ എഴുതി വരുന്ന ഒരു നല്ല വായനക്കാരനായിരിക്കുമല്ലോ നിരൂപകനായിട്ട് വരുന്നത്. ആഴത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നിരൂപകനായിട്ട് വരാൻ സാധിക്കും. അങ്ങനെയുള്ള പലരും, നമുക്കറിയാവുന്ന പലരും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് ഈ മാസികകളിലോ ഒന്നും ഒരു അവസരം കിട്ടാതെ അവർ മാറിപ്പോവാണ്. അപ്പൊ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ പുറത്തുനിന്നൊക്കെ വായിക്കുന്ന ആളുകള് അവര് ഭയങ്കരമായി ഒച്ച വയ്ക്കുകയും അവര് കൂടുതൽ സ്വയം ഒരു കൃതിയെ നോക്കാനല്ല, അവരെ സ്വയം വായിക്കുക. ഇപ്പം യോസ മരിച്ചുപോയി. യോസയെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിച്ച യോസ അല്ല അവരുടെ പ്രധാനം, യോസയെ വായിച്ച ഞാൻ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും രചനയ്ക്കല്ല ആളുകൾ യൂറോപ്പ് കണ്ട ഞാൻ എന്ന് പറയുന്നത് അതേപോലെ സഞ്ജയ് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒരു പ്രശ്നം അതുണ്ട്. അതൊരു സാധ്യതയല്ല. നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു വായനാ സമൂഹം നിരൂപകർ ആവശ്യമുണ്ട്. അത് വെറുതെ ആളുകളെ എങ്ങനെ അധികാരത്തോടെ അപമാനിക്കാൻ അങ്ങനെയുള്ള അല്ല വേണ്ടത്. ഒരു കൃതിയിലേക്ക് വെളിച്ചം വീശാൻ പറ്റുന്ന, അതിൽ തെറ്റായാലും ദോഷമായാലും മാന്യമായി സംസാരിക്കുന്ന, അതിനെപ്പറ്റി പറയാവുന്ന ആളുകളാണ് വേണ്ടത്. അതിനെ എഴുത്തുകാരെ എതിർക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ളത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ മാന്യമായി കുറച്ച് പേര് തെറി പറഞ്ഞിരുന്നെങ്കിൽ എന്ന്, കാരണം വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്നെ ഒന്ന് തെറി പറഞ്ഞിരുന്നെങ്കിൽ. ചുരുളി എഴുതിയ ആളായി പറയുന്നത്. അതെ, ചുരുളി അടക്കം. ഞാൻ ചുരുളി സിനിമ അടക്കമാണ് ഞാൻ പറയുന്നത്. ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട്, വായിച്ച് മനസ്സിലാക്കിയിട്ട്, മൊത്തത്തിൽ ഒന്ന് വായിച്ചിട്ട് തെറി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഭാഗ്യം എന്തായാലും നമുക്കില്ല. നല്ല നിരൂപകരുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കുറെ പേരൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ മുന്നോട്ട് വരേണ്ടത്, സജീവമായിട്ട് വരേണ്ടതുണ്ട്. വായിച്ചാൽ മനസ്സിലാകുന്ന കുറച്ച് ആളുകളും കൂടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും വായിച്ചാൽ മനസ്സിലാകല്ലേ, കൂടുതൽ ആഴത്തിൽ പോയി അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നത്. ഇപ്പൊ നമുക്ക് എളുപ്പം പറയാം, മലയാളത്തിലൊന്നുമില്ല എന്ന് പറയാൻ എളുപ്പമാണ്. അതെ അത് വളരെ എളുപ്പമല്ലേ. എന്തുകൊണ്ടില്ല? പ്രായമുള്ള ഒരു ആളുണ്ട്, ആള് ഒരു പുറത്തുനിന്നുള്ള ഒരു സ്പാനിഷ് നോവൽ വായിക്കുന്നു, ട്രാൻസ്ലേഷൻ
വായിച്ചെല്ലാം കഴിഞ്ഞാൽ ആ നോവല് നല്ലതാണെന്നല്ല ആള് പറഞ്ഞത്. ഇതേപോലെ ഒന്നും മലയാളത്തിലില്ല. അതിനുവേണ്ടി വിദേശ പുസ്തകം വായിക്കുന്നത്. വിദേശ പുസ്തകം നമ്മൾ പണ്ട് കാലത്തൊക്കെ ആളുകൾ, ഇപ്പൊ കേസരി തൊട്ടുള്ള ആളുകൾ വായിച്ചു വരുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള രചനയെ ഒന്ന് ഉജ്ജ്വലമാക്കാനാക്കിയിട്ടുള്ള ഒരു ശ്രമം നടക്കാൻ, കുറച്ചുകൂടി വലിപ്പം നമ്മുടെ മനസ്സിനൊരു വിസ്തൃതി കിട്ടാനുള്ള അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഈ പുസ്തകം വായിച്ചു എന്നൊരു നടിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് നമുക്ക് അതിനെ പറ്റി. ഇനിയും നമുക്ക് അധികം നീട്ടാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു പേര്. രമേശ് അങ്ങാടിക്കൽ എന്ന് പറയും. സർവീസിലായിരുന്നു, പെൻഷനായി. ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, കരിപ്പൻ കാലാക്കൊലക്കേസ് എന്ന് പറയുന്ന എച്ചാൻസി ഇറക്കി. ആശ്ചര്യ ചൂടാമണി ഒരു പുനരാഖ്യാനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ 2 വലിയ സാഹിത്യകാരന്മാർ വടക്കുനിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഒന്ന് ഈ സന്തോഷ് കുമാർ, വിനോയ് തോമസും. 2 പേരുടെയും കൃതികൾ ധാരാളം വായിച്ചിട്ടുണ്ടെങ്കിലും ചോദ്യം വിനോയ് തോമസിനോട്. വിനോയ് തോമസിൻ്റെ കഴിഞ്ഞ ഞായറാഴ്ച മനോരമ പത്രത്തിലെ വാരാന്ത പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയുടെ ഒരു കഥയുണ്ടായിരുന്നു. ഒരു കഥയല്ല, ഒരു സംഭവം. റോമിൽ പോയി, ഇപ്പോൾ റോമിലാ അല്ല, സ്വിറ്റ്സർലൻഡിലോട്ട് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം അല്ലേ, 20-ാം തീയതി റോമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന പ്രസിദ്ധമായ കൃതി, അതിൽ ആദ്യം എഴുതിയ അതിൽ നിന്നും വ്യത്യാസമായിട്ട് അതിൻ്റെ അവസാനം പിന്നീട് പതിപ്പിറക്കിയപ്പോൾ അത് മാറ്റി അവസാനത്തെ അത് ചെയ്ത് എത്രത്തോളം ശരിയാണ്? കാരണം മാർത്താണ്ഡവർമ്മ ഇപ്പോൾ അതൊരു നോവൽ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് CV രാമൻപിള്ള ആ നോവലിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ മാറ്റിയാൽ എങ്ങനെ ഇരിക്കും? കാരണം ഇത് കരിക്കോട്ടക്കരി ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം കഴിഞ്ഞാലും പിന്നെയും ശേഷിക്കുന്ന ഒരു കൃതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആദ്യ പതിപ്പുകളൊക്കെ അതിൻ്റെ അവസാന ഭാഗം ഒന്നും പിന്നീട് മാറ്റി എഴുതി അത് എത്രത്തോളം ന്യായമാണോ എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത്. ഓക്കെ, ആദ്യം തന്നെ അമ്മയുടെ കാര്യം പറയാം. അമ്മ ഒരു പ്രത്യേക രീതിയാണ്. അമ്മ ചെറുപ്പത്തിലൊക്കെ നമ്മളെ നോക്കി അങ്ങനെ വളർത്തി അങ്ങനെയൊക്കെ. അപ്പം അന്ന് തൊട്ട് ഈ സമ്പാദിക്കുന്നൊരു സ്വഭാവം അമ്മയ്ക്ക് ഉണ്ടായി. അത്യാവശ്യം കാരണം ചാച്ചൻ വലിയ കെയറൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമ്പാദിച്ച് നമ്മളെയൊക്കെ വളർത്തണമല്ലോ. നമുക്കൊക്കെ ജോലി ആയി കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ആ പരിപാടി നിർത്തി, ഇനി അധ്വാനിക്കണ്ട. പക്ഷെ അത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിനകത്ത് ബഷീറിൻ്റെ ഉമ്മേനെ പറയുന്നില്ല, മടലൊക്കെ വലിച്ചുകൊണ്ട് വരുന്ന കാണുമ്പോൾ ഇത് എന്തിനാ അമ്മ ഈ പണിയെടുക്കുന്നത് വെച്ചാൽ, നീ എനിക്കെന്നാ ഒരു 5 രൂപ താടാ എന്ന് പറയാല്ലേ. അന്നേരം നമ്മളോട് പറയും, നീ എന്നാ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാടാന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല, അമ്മ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയും. അങ്ങനെ ചെയ്ത് കുറച്ച് പൈസ മിച്ചം വരുമ്പോൾ ഞാൻ പറയും, ഇത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ ഇടയിൽ വലിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അവകാശി ആരെന്ന് വെച്ചിട്ട് അമ്മയുടെ വലിയ തർക്കത്തിൽ വരും. അതുകൊണ്ട് ഇത് മുഴുവൻ അടിച്ചു പൊളിച്ച് തീർത്തിട്ടേ ഇവിടുന്ന് അമ്മയ്ക്ക് ആവുന്ന കാലത്ത് പൊക്കോണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ അമ്മ ഈ പൈസയും കൊണ്ട് ടൂറടിക്കലാണ് ഇപ്പോൾ അമ്മയുടെ പരിപാടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂറോപ്യൻ ട്രിപ്പിന് പുറപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇവിടുന്ന് വിമാനം കയറിയതേ, ഞാൻ പറഞ്ഞു മാർപ്പാപ്പ തട്ടിപ്പോയി. അങ്ങനെയല്ല, മാർപ്പാപ്പ മരിച്ച പറഞ്ഞു. നേരെ റോമിലേക്കാണ് പോയത്. അപ്പം ഇന്നലെ എനിക്കാന്നൊക്കെ അവിടെ റോമിലാണ്. മാർപ്പാപ്പയ്ക്ക് അടക്കേണ്ട സ്ഥലം കണ്ടു, അങ്ങനെ കാര്യങ്ങൾ കണ്ടു. ഇന്നിപ്പം വെനീസ് കണ്ടു, പാരീസ്, അങ്ങനെ ഇനിയിപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് ഇന്ന് വൈകുന്നേരം പോകുന്നതെന്നാണ് ഇന്ന് രാവിലെ വിളിച്ചാൽ പറഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അമ്മ അങ്ങനെ പോട്ടെ. അതിന് നോവൽ മാറ്റി എഴുതാനുള്ള കാരണം കേരളത്തിൻ്റെ സാഹിത്യബോധം, ഞാനൊരു MA വരെ മലയാളം പഠിച്ച ഒരാളാണ്. അതുവരെ പഠിപ്പിച്ച ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നക്സലിസവും ഈ ആക്ടിവിസവും ഭയങ്കരമായി ജനങ്ങളെ സ്വാധീനിക്കും, അല്ലെങ്കിൽ അത് സാമൂഹ്യമായ മാറ്റിമറിച്ചിലുകൾ ഉണ്ടാക്കുമെന്നാണ് സാഹിത്യ പഠനത്തിലൂടെ ഈ ചരിത്രം പഠിച്ചപ്പോൾ എനിക്കുണ്ടായത്. അങ്ങനെ പക്വതയില്ലാതെ ഞാൻ എഴുതിയതാണ് ആദ്യത്തെ എഴുത്തെന്നാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ല, നക്സലൈറ്റായ വക്കീൽ എന്നോട് പറഞ്ഞതുപോലെ കേരളത്തിൽ രാഷ്ട്രീയപരമായി നക്സലിസത്തിനോ മറ്റ് അങ്ങനെയുള്ള ആക്ടിവിസത്തിനോ എന്ന് പറഞ്ഞാൽ ഹിംസാത്മകമായ ആക്ടിവിസത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്. ഹിംസാത്മകമായ ഒരു ആക്ടിവിസത്തിന് കേരളത്തിൽ വലിയ കാര്യമായി രാഷ്ട്രീയത്തിലൊന്നും ചെയ്യാനില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊന്നുമില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ മനസ്സ് എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെയും ആ രാഷ്ട്രീയം ലോകത്തിന് കാണിച്ചു കൊടുത്ത സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം പങ്കുവെക്കുന്ന ഒരു മനസ്സുള്ള അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യം ഇത്ര ശക്തമായി ഇത്രയും കൊല്ലങ്ങൾ നിലനിൽക്കുന്നത്. അപ്പം
അത്തരമൊരു രാഷ്ട്രീയമായിരിക്കരുത് കരിക്കോട്ടക്കരിയിൽ ഉണ്ടാകേണ്ടത് എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ നമുക്ക് അറിവുണ്ടായപ്പോൾ അത് മാറ്റി എഴുതിയത്. അല്ലെങ്കിൽ ആയിരുന്നു പ്രശ്നം. കാരണം ഇത് ഞാൻ പോയി കഴിഞ്ഞും നമ്മളില്ലാണ്ട് കഴിഞ്ഞും കരിക്കോട്ടക്കരി ആരെങ്കിലും എടുത്ത് വായിക്കുമ്പോൾ ഇനിയും നക്സലിസത്തിന്റെ പാതയിലേക്ക് പോയേക്കാം എന്നൊരു തീരുമാനം ആരെങ്കിലും ഉണ്ടായാൽ അതിന് ഞാൻ കാരണമാകരുത് എന്നുള്ളത് കൊണ്ടാണ് കരിക്കോട്ടക്കരി മാറ്റിയത്. കാരണം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയം. ഞാൻ ആനന്ദിനെ വായിച്ചാണ് എൻ്റെ രാഷ്ട്രീയ ബോധ്യമല്ല. നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ആനന്ദിൻ്റെ ഒരു ആ രാഷ്ട്രീയം വായിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ ആനന്ദിൻ്റെ ഒരു പ്രഭാഷണം കരിക്കോട്ടക്കരി നോവലിന് അവാർഡ് പ്രഖ്യാപിക്കുന്ന അന്ന് ആനന്ദിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, 20-ാം നൂറ്റാണ്ടിലെ ഭ്രാന്തൻ ആവേശങ്ങൾ എന്ന്. ആ ഭ്രാന്തൻ ആവേശങ്ങൾ എന്ന് പറഞ്ഞ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹിംസയുടെ ഒരു തത്വശാസ്ത്രവും, അത് ഇത് ഏതായിക്കോട്ടെ, ഹിറ്റ്ലറുടെ തത്വശാസ്ത്രം ആയിക്കോട്ടെ, മുസോളിനിയുടെ ഫാസിസം ആയിക്കോട്ടെ, ഒന്നും 20-ാം നൂറ്റാണ്ടിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ലോകമെങ്ങും അഹിംസയുടെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളെല്ലാം, മാനവികതയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മളെല്ലാം പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, ആ മനസ്സിലാക്കലിൽ നിന്നാണ് ഞാനത് മാറ്റി എഴുതിയത് എന്നുള്ളതാണ്. ഇതിൽ ഞാനൊന്ന് കൂട്ടിച്ചേർക്കണം. ഈ കരിക്കോട്ടക്കരിയുടെ അവസാന പ്രശ്നം നമ്മളന്ന് സംസാരിച്ച ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഈ രാഷ്ട്രീയം മാത്രമല്ല അത്. പക്ഷെ അത് ഭംഗിയാക്കി എഴുതി. ഞാനത് വായിച്ചിട്ടില്ല സത്യം പറഞ്ഞ. അത് പുതുക്കിയതിന് ശേഷം മാറ്റിയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 1-2 സെന്റൻസ് അങ്ങ് മാറ്റി. പക്ഷേ ഈ ഒരു പരിപാടി മിക്കവാറും വലിയ എഴുത്തുകാർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഈ സമീപകാലത്ത് ഞാനിപ്പോ അത് വായിക്കണമെന്ന് പറയാനല്ല, ഈ റൈമൺ കാർവർ എന്നുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള കഥാകൃത്ത് അദ്ദേഹത്തിന്റെ കഥകൾ പലതവണ മാറ്റുകയുണ്ടായി. പ്രസിദ്ധീകരിച്ചു വന്നതിന് ശേഷം ആളത് ചുരുക്കുകയും വിപുലീകരിക്കുകയും ഒരു കഥ വിപുലീകരിക്കുകയൊക്കെ ചെയ്ത് എഡിറ്റിങ്ങിന്റെ ഒരു മാന്ത്രികമായിട്ടുള്ള കല അദ്ദേഹം ചെയ്തിരുന്നു. അവസാന ഘട്ടത്തിൽ 50 വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഒരു പുതിയൊരു കാര്യമല്ലാന്ന് തോന്നുന്നത്. അത് തെറ്റുമല്ല, വേറെ രീതിയിൽ എഴുത്തുകാർ അതിനെ ഒരു കൺവിൻസ്ഡ് ആണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് മെറിൽ ജോൺ. ഞാൻ MCA സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റാണോ ഈ വായന? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ എഴുത്തിലേക്ക് വന്നത്? രണ്ടുപേരോടും. ചെറുപ്പത്തിൽ ഈ ടെലിവിഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇല്ലാതെയാണ് നമ്മൾ വരുന്നത്. ഞാൻ 10ൽ പഠിക്കുമ്പോൾ, അതായത് 84, ഞാൻ 10 കഴിയുന്നത്. ആ സമയത്തൊക്കെയാണ് കേരളത്തിൽ അങ്ങനെ അപൂർവ ഒരു ഗ്രാമത്തിൽ 1-2 ടെലിവിഷനൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അങ്ങനെ അതുകൊണ്ട് അന്ന് ആകെയുള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വായന തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു കാര്യത്തിൽ പിന്നെ എന്താ വെച്ചാൽ, എൻ്റെ അച്ഛൻ കുറച്ച് എഴുതുന്ന ഒരാളായിരുന്നു. അത് വിജയിക്കാതെ പോയ ഒരാളാണ്. അപ്പോൾ ആള് നിസാരമായിട്ട് ഈ അധികം പുസ്തകം ഇപ്പം നമ്മുടെ റാക്കിലുള്ള ബുക്കുകളിൽ, എന്നാലും ആള് ഉള്ള ചെറിയൊരു സമ്പാദ്യം കൊണ്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുക. ആള് ചിലപ്പോൾ ഒരു പുസ്തകം എഴുതും. അപ്പൊ അത് വായിക്കുക എന്നുള്ളതും ഒരു എഴുത്തുകാരനാവുക എന്നുള്ളതൊക്കെ അന്നത്തെ ഒരു സന്തോഷങ്ങളുള്ള കാര്യമാണ്. അപ്പൊ അന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ തലമുറ ഇപ്പൊ കോവിഡിന് ശേഷം വീണ്ടും പുസ്തകങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊരു ആശാവഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് വേറെ തരത്തിലാണ് അവർ വരുന്നത്. ഞങ്ങൾ നിവൃത്തികേടുകൊണ്ടൊക്കെ അന്ന് വരുന്നത്. ഇന്നിപ്പോ നമുക്ക് ഈ പറയുന്ന ഗെയിം കളിക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വരില്ലായിരുന്നു. പക്ഷെ അന്നോട്ട് തന്നെ എഴുത്തിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതാണ്. അപ്പൊ എഴുത്തുകാരാവുന്നുള്ളതിനൊക്കെ ഒരു ചെറുപ്പത്തിൽ നമ്മൾ, അല്ലെങ്കിൽ അധ്യാപകരെ സന്തോഷിപ്പിക്കാനായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുക, അധ്യാപകരെ സന്തോഷിപ്പിക്കാനായിട്ട് പരീക്ഷാ പേപ്പറിൽ നല്ല ലേഖനം എഴുതുക, അല്ലെ എസ്സേ ഒക്കെ എഴുതുമ്പോൾ അതിന് അവരൊരു സന്തോഷം കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ എഴുത്തിലേക്ക് വരുന്നത്. പിന്നെ കോളേജിലൊക്കെ എത്തുമ്പോൾ ചെറിയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ചില സാഹചര്യങ്ങളുടെ ആനുകൂല്യം കൊണ്ട് എഴുത്തുകാരനാവുന്നതാണ്. നമ്മളിപ്പോൾ എഴുത്തുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും പറയും ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന പൊസിഷൻ കിട്ടിയ. സത്യമായിരിക്കും. ഈ വലിയ തോതിൽ നിരാശകളുള്ള മനുഷ്യ എഴുത്തുകാർ. ഇപ്പൊ എനിക്ക് വലിയൊരു സമ്മാനം കിട്ടിയാൽ ഞാൻ വിചാരിക്കും അതിനടുത്തുള്ള സമ്മാനം കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും. ഈ ആഗ്രഹമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ കുറച്ച് തിരിച്ച് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കുറെ സാഹചര്യത്തിന്റെ ആനുകൂല്യങ്ങളും സന്തോഷങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ എഴുത്തും പുസ്തകമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഏകദേശം സെയിം തന്നെയാണ് നമ്മുടേതും. നമ്മളെ ഈ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന മാസികളുണ്ടായിരുന്നല്ലോ, പൈങ്കിളി, മംഗളം, മനോരമ, സഖി, ചെമ്പകം, ജനനി, ഇതൊക്കെ എൻ്റെ വീട്ടില് എൻ്റെ നമ്മൾ ഈ കല്ലുകൊത്ത് ഒക്കെയാണ് എഴുതിയേക്കാം. ഈ ബാലഭക്തിയിലേക്ക് ഒരു കഥ എഴുതിയേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി. അതിന് അന്ന് 25 രൂപ കിട്ടി. 25 രൂപ അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ കിട്ടി. ഓക്കെ, അന്നേരം എനിക്ക് കത്തി ഇത് പൈസ കിട്ടാനും കൂടെയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അങ്ങോട്ട് പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണ് എഴുതിയിട്ടുള്ളത്, പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. കരിക്കോട്ടക്കരി എന്ന് പറയുന്ന നോവൽ എഴുതാനുള്ള മെയിൻ പ്രചോദനം
DC ബുക്സ് 1,00,000 രൂപയാണ് സമ്മാനം. 1,00,000 രൂപ. നീ ഞെട്ടിപ്പോയി ഞാൻ. 1,00,000 രൂപ ഒക്കെ ഒരു സമ്മാനം കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമല്ലേ എന്ന് കരുതിയിട്ടാണ് കരിക്കോട്ടക്കരി 1 മാസം കൊണ്ട് വേഗം ഇരുന്ന് എഴുതി. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഒറ്റ മാസം കൊണ്ട് വേഗം എഴുതി അത് DCUC അയച്ചു, അങ്ങനെ വന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വായിക്കണം എന്നോർത്ത് നിങ്ങളുടെ ആവിഷ്കാര മാധ്യമം പുസ്തകം മാത്രം. ഇവരോട് അസൂയ നമുക്ക്. എന്തെല്ലാം മാധ്യമങ്ങളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് എന്തെല്ലാം റീല് ചെയ്യാം, നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്യാം, നിങ്ങൾക്ക് എന്തര ഫേസ്ബുക്കിൽ. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പത്രാധിപന്മാരുടെ കാരുണ്യം കാത്തിരിക്കണം. നമ്മളൊന്ന് അയച്ചിട്ട് എന്ത് ചെയ്യാൻ, ഇത് ഒന്ന് പ്രസിദ്ധീകരിച്ച് വരാൻ. പുതിയ സാഹചര്യം എന്താ? പുതിയ സാഹചര്യം കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കവറായിരുന്നു ഞാൻ. എൻ്റെ ഫോട്ടോ ആയിരുന്നു കവർ അടിച്ച് വന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന സാധനം ഒരു 50 പേര് വായിച്ചിട്ടുണ്ടാവാം. ഇതേ സാധനം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ 50,000 പേരാണ് ഒറ്റയടിക്ക് വായിച്ചത്. 50,000 പേര് ഒറ്റയടിക്ക് വായിച്ചത്. അത്ര എൻ്റെ ആരും വായിച്ചിട്ടില്ല. മനസ്സിലായി? ഇങ്ങനെ ഒരു ഭയങ്കര തുറസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി മാധ്യമങ്ങൾ, ഒത്തിരി സ്വയം പ്രകാശിപ്പിക്കാൻ, ആനന്ദം കണ്ടെത്താൻ. എൻ്റെ അമ്മയൊക്കെ കിടന്ന് ഇൻസ്റ്റയിൽ കളിക്കുന്ന കളിയുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ഒത്തിരി. നിങ്ങൾക്ക് എന്താണ് ആവിഷ്കരിക്കാൻ പറ്റാത്തത്? രാവിലെ ചുരിദാറിടുന്നത് വേണേൽ നിങ്ങൾക്ക് 1000 പേരെ കാണിക്കാം. 1000 അല്ല, 10,000 പേരെ. ഇതൊക്കെ ആണെങ്കിലും ഈ ഞാൻ പറയുന്നത്, ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ പോലും ആ മേഖലയെ വേറെ രീതിയിലുള്ള ക്വാളിറ്റി കൂടും. യാതൊരു സംശയമില്ല. കാരണം പുസ്തകം സ്വയം വായിക്കുന്നത്, ഒരു പുസ്തകം ഒരാൾ വായിക്കുന്ന പോലെയല്ല മറ്റൊരാൾ വായിക്കുന്നത്. മറ്റൊരാളുടെ രീതിയിൽ ആ കഥ മാറുന്നു, അതിൻ്റെ ലോകങ്ങൾ മാറുന്നു. നമ്മളൊരു കഥാപാത്രത്തെ മനസ്സിൽ സങ്കല്പിക്കുന്നത് പോലെയല്ല വേറൊരാൾ കഥാപാത്രത്തെ സങ്കല്പിക്കുന്നത്. നമ്മൾ വാരികളിലേക്ക് കഥ അയച്ചു കൊടുത്തത് മനസ്സിലാവും. നമ്മളൊരു കഥാപാത്രത്തെ മനസ്സിൽ കണ്ടിട്ട് അയച്ചു കൊടുത്തു, അവിടെയുള്ള ചിത്രകാരൻ അത് ആവിഷ്കരിക്കുന്നത് വേറൊരു തരത്തിലാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറൊരു കഥയാണ് വരുന്നത്, വായനക്കാരുടെ രീതിയിൽ. അതുകൊണ്ട് പുസ്തകം വായിക്കുന്നത് നിങ്ങൾ ഏത് വിഷ്വലിന് ആ സാധ്യതയില്ല. വിഷ്വൽ അടഞ്ഞു പോകും. വേറെ രീതിയിൽ തെറ്റല്ല, പക്ഷെ തീർച്ചയായിട്ടും വായന വളരെ വേറെ രീതിയിൽ നമുക്ക് അനേകം ജന്മങ്ങൾ തരുന്ന പറയാം, അതുണ്ടാവും. അതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോഴത്തെ, അതായത് ഈ ഒരു ഏജ് വരെ എത്ര ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല, നമ്മൾ അതിനെ പറ്റി അങ്ങനെ പറയില്ല. ഇപ്പൊ ഞാൻ പറയാം, ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, 4000 വീക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. 4000 വീക്സ്, 4000 ആഴ്ചകൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 80 വയസ്സ് വരെ ജീവിച്ചാൽ 4000 ആഴ്ചകളാണ് ഏതാണ്ട് ഉണ്ടാവുക എന്നാണ് പുസ്തകത്തിന്റെ പേര്. 4000, ഒരു 50 ആഴ്ച എന്ന് വിചാരിക്കും. ഒരു മാസം, ഒരു കൊല്ലത്തിൽ 52 ആണ്, 50 കൂട്ടാം. അങ്ങനെ 80 വയസ്സ് വരെ ജീവിച്ചാൽ 4000 ആഴ്ചകൾ. ഈ 4000 ആഴ്ചകളിൽ തന്നെ ആദ്യത്തെ ഒരു 10-12 വയസ്സ് വരെ നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല. അതുപോലെ തന്നെ അവസാന കാലഘട്ടത്തിലാവില്ല. അപ്പൊ ഒരു 60 വർഷം നമുക്ക് എടുക്കാം. 60 × 5, അപ്പൊ 3000 ആഴ്ചകളിലും. ഈ 3000 ആഴ്ചകളിൽ നിങ്ങൾ ഓരോ പുസ്തകം വായിച്ചാൽ, വലിയ വായനക്കാരാണ് 3000 പുസ്തകം, മാക്സിമം 6000 പുസ്തകമല്ലേ മനുഷ്യൻ വായിക്കുള്ളൂ. അപ്പൊ പുസ്തകത്തിന് എണ്ണല്ല. എനിക്ക് തോന്നുന്നു അയാള് എടുക്കുന്ന ഈ വിഷയങ്ങള്, കണ്ടെടുക്കുന്ന പുസ്തകങ്ങൾ, ഒരാൾക്ക് എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ പറ്റില്ല. അതാണ് ഈ വലിയ പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറയുന്നവരോടൊക്കെ നമുക്കുള്ള തമാശയായിട്ട് തോന്നുന്നു. അങ്ങനെയല്ല, വായിക്കുന്നത് എങ്ങനെ, എത്ര ആഴത്തില് വായിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് സ്നേഹത്തോട് വായിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. എണ്ണം അത്ര മെറ്റീരിയൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ വായിച്ചത് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ലൈബ്രറിയനായിട്ടും വായനശാല സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് വായനശാലയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം ഒന്ന് ഓടിച്ചു വായിക്കും. ഇഷ്ടപ്പെട്ടത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. അങ്ങനെ അന്ന് ഞാനൊരു 10,000-2000 പുസ്തകങ്ങൾ, അങ്ങനെയല്ലേ, ഇങ്ങനെ എന്തെല്ലാം മുഴുവൻ വായിച്ചെന്നല്ല പറയുന്നത്. നമുക്ക് കുറച്ചങ്ങ് വായിച്ചു പോകുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ നിർത്തും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും വായിക്കും. പിന്നെ ആ എഴുത്തുകാരനെ തന്നെ തിരഞ്ഞുപിടിച്ച് വായിക്കും. അങ്ങനെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ അങ്ങനെ എണ്ണാറില്ല. പിന്നെ ഇപ്പോഴും കൂടുതലായിട്ട് നോൺ ഫിക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ. കുറെ കഴിയുമ്പോഴേ നമ്മൾ എഴുതുന്ന സംഗതികളോടുള്ള ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അതൊക്കെ വായിക്കും. നമ്മൾക്ക് എല്ലാം വായിക്കാനുള്ള ആവേശം അവസാനിച്ചു എന്നുവെച്ചാൽ വയസ്സാവണമെന്ന് അർത്ഥം. ഇപ്പം ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ മെയിനായിട്ട് നോക്കിയത് ക്രിപ്റ്റോ കറൻസിയും ക്രിപ്റ്റോ വേൾഡ് എന്താണ് ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം. അത് ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ ഒരു ക്രിപ്റ്റോ വേൾഡിൽ നടക്കുന്ന പ്രോബ്ലം സോൾവിങ് ആണ് അതിൻ്റെ മൂല്യം എന്ന് മനസ്സിലായി. അപ്പോൾ ആ ഏരിയയെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതലും അന്നേരം വായിച്ചത്. പിന്നെ ഇന്ത്യ ചരിത്രം, ഇന്ത്യൻ ആത്മീയത, അത്തരം കാര്യങ്ങളാണ്.
അങ്ങനെ എഴുതുമ്പോൾ വായിക്കുന്നത്. അപ്പം നമ്മൾ ആ എഴുതുന്നതുമായി ബന്ധപ്പെട്ട വായനയ്ക്കാണ് ഇപ്പം പ്രാധാന്യമുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തായാലും നല്ല ചോദ്യമായി വായനയെ പറ്റിയുള്ള ഒരു ചോദ്യം. ഈ ഭദ്രാസനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്നു. അച്ഛനൊത്തിരി ഫാൻസ് ഉണ്ട്. ചോദ്യം ഇതാണ്: ഒരു കൃതി നമ്മൾ എഴുതി തയ്യാറാക്കി അത് പ്രസിദ്ധീകരിച്ച് എല്ലാവരും വായിക്കുമ്പോൾ അതിന് പുറകെ ഒത്തിരി കഷ്ടപ്പാടുകളും പണികളും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ട്. ഞാനത് നമ്മുടെ ഒരു അമ്മ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാലഘട്ടത്തെ ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമല്ലോ. പക്ഷെ ഈ സമയത്ത് ഈ അപ്പനും അമ്മയ്ക്കും ഈ 9 മാസത്തെ പീരീഡിൽ ഒത്തിരി ടെൻഷനും മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ ഈ 9 മാസം നിങ്ങളുടെ ലൈഫിലും ഇതുപോലെയുള്ള ഒരു പീരീഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഈ മൂഡ് സ്വിങ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ ചില സിനിമയ്ക്കകത്ത് കാണുന്നല്ലോ, പേപ്പറൊക്കെ വലിച്ച് എറിയുന്ന തരത്തിലുള്ള അങ്ങനെ ആ ഒരു അനുഭവം എന്താണ് ഈ ഇത് ഉണ്ടായി വരുന്ന ആ 9 മാസ കാലഘട്ടത്തെ പറ്റി? ലക്ഷ്യം വെച്ചിട്ടിരുന്നുകൊണ്ട് വലിയ സിങ്സ് ഒന്നും ഉണ്ടാകാനില്ല. എന്ന് വെച്ചാൽ ഈ കരിക്കോട്ടക്കരി എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മാസത്തിനുള്ളിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു സ്ട്രഗിളാണ്. അന്നേരം ഇത് തീർക്കാനുള്ള അന്നേരം പേപ്പറിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറച്ച് പേപ്പറൊക്കെ ചുരുട്ടി എറിയൊക്കെ ചെയ്തിട്ടുണ്ട് അന്നേരം കുറച്ച്. അത് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും ഈ ഒരു സ്ട്രഗിൾ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിള് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ ഓരോരുത്തരും ആവശ്യപ്പെടും. ഇപ്പം മനോരമ നമ്മളോട് ചോദിക്കും. ഇപ്പം തന്നെ ഓണപ്പതിപ്പിലേക്കുള്ള കഥ ചോദിച്ചു കഴിഞ്ഞു. അപ്പം അത് ഉണ്ടാക്കണമല്ലോ, അത് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു സ്ട്രഗിളാണ്. അത് എന്നുകൊണ്ട് തീരുമോ ഇല്ലയോ. ഇപ്പം പിന്നെ മൊത്തം നമ്മൾ എഴുത്ത് ഡിജിറ്റൽ ആയതുകൊണ്ട് ചുരുട്ടി എറിയാൻ പറ്റിയാല, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ആ പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് ഈ ആലങ്കാരികമായി പറയുന്ന എന്നെ ആരും, പിന്നെ ഞാൻ ഈ ലോകവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു, എൻ്റെ അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഒന്നും അടുത്ത് വരരുത്, ഞാൻ പെറ്റ് കിടക്കുന്ന പുലിയാണ് എന്ന് പറയാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു സൈഡായിട്ട് അങ്ങനെ എഴുത്തി ഞാൻ കൊണ്ടുപോവുക. പക്ഷെ ആ ലോകത്ത്, നമ്മുടെ ഭൗതിക ലോകത്തല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഒരു നോവൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ നോവലിലൂടെ നമ്മൾ കടന്നു പോവാണ്, ആ ലോകത്തോടെ നമ്മൾ കടന്നു പോവാണ്, അതിലുള്ള കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ആ ലോകത്ത് നമുക്ക് ഭയങ്കര സ്ട്രഗിളും സംഭവമൊക്കെ ഉണ്ടാവും. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി നമ്മുടെ ലോകത്ത് നമ്മൾ എല്ലാവരും ഭാര്യയും മക്കളും ഒന്നുമേ നമ്മളെ വിടിയല്ല, അരി മേടിക്കാനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അതാണ് അതിൻ്റെ എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രാക്ടിക്കലാണ്. ഞാൻ പറഞ്ഞാൽ അല്ലാണ്ട് നമ്മളങ്ങനെ വലിയൊരു സംഭവമൊന്നും ഇല്ല. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാം മത്തായി മൂപ്പരെ. ഒത്തിരി സന്തോഷം. ഞാൻ അഭിനന്ദിക്കാൻ ഒന്നാമത് എഴുന്നേറ്റ് നിന്ന്, ഞാൻ വരുന്നത് വാല്യൂഷൻ ക്യാമ്പയിനാണ്. ഒരു ചോദ്യം റേഡിയോ സ്വാധീനമാണ് ചോദിച്ചത്. 99% കുട്ടികൾ ഉത്തരം എഴുതിയിരിക്കുന്നത് സന്തോഷ് സാറിന്റെ പണയത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ രസം 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിലും അവർക്ക് 1.5-2 പേജ് എഴുതാനുള്ള സാധനം അതിനകത്തുണ്ട്. D+ കിട്ടിയ കുട്ടിയും A+ കിട്ടിയ കുട്ടിയും എഴുതിയത് സാറിന്റെ ചോദ്യത്തിന് ഉത്തരമാണ്. അപ്പൊ എത്രമാത്രം കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അത്. അതിന് ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ആ കഥ ചെമ്പുമത്തായി ആണെങ്കിലും ചാത്തുണി അല്ലെ, തുടക്കം ചെമ്പുമത്തായി ആ പെട്ടി അങ്ങോട്ട് തുറക്കുമ്പോ തൊട്ടുള്ള ഒരു ഇത് അത് ഭയങ്കര വൈബാണ്. കാരണം കഥയിലെ തുടർച്ച വായിക്കാനുള്ളൊരു ആവേശം ഉണ്ടാക്കിക്കൊണ്ടാണ് സന്തോഷ് സാർ ആ കഥ പൂർത്തീകരിക്കുന്നുള്ള രസം. 2, ആ പണയം എന്ന തലക്കെട്ട് തന്നെ വാസ്തവത്തിൽ റേഡിയോ എന്ന മാധ്യമത്തെ ഭംഗിയായി അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ തലക്കെട്ട് കൊടുത്തതിൽ വലിയൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കുമല്ലോ സാർ ആ കഥയ്ക്ക്. റേഡിയോ ആണ്, അവരുടെ കാര്യങ്ങളാണ്. ആ പണയം എന്ന വാക്ക് ഒന്ന് ഹൃദയപൂർവ്വം ഒന്ന് പങ്കുവെച്ച കൊള്ളായിരിക്കും. വിനോയാണ് ആ പുസ്തകത്തിലേക്ക്, ഈ പാഠപുസ്തകത്തിലേക്ക് ഇത് എടുത്തത്. ഞാൻ എൻ്റെ കഥ സൂചിപ്പിച്ചു. സത്യം പറയുകയാണെങ്കിൽ ഈ കഥ എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയൊരു കഥയായിട്ട് വിചാരിച്ചിരുന്നതല്ല. ഞാനിങ്ങനെ സാഹിത്യ അക്കാദമിയിൽ എന്തോ പരിപാടിക്ക് പോയപ്പോൾ എന്നോട് ചാർലി എന്ന് പറഞ്ഞ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അപ്പൊ ആകാശവാണിയുടെ 50ാം വാർഷികം മറ്റു വരുന്നു, ഒരു കഥ നമുക്ക് അവിടെ വായിക്കണമെന്ന്. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ പൊതുവെ വലിയ കഥകൾ എഴുതുന്ന ആളാണ്. മിനിമം ഒരു 15 പേജാണ് എൻ്റെ കഥ, നീണ്ടുപോകും. മാതൃഭൂമിക്കൊക്കെ മാതൃഭൂമിയുടെ പകുതി ഭാഗം എൻ്റെ കഥയായിരിക്കും വരികയാണെങ്കിൽ. അങ്ങനെ അത് ഈ കമ്പ്യൂട്ടർ വന്നേ പിന്നെ ഞാൻ വിശദമായിട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് രാമാനുജൻ ആദ്യം എൻ്റെ കഥ പ്രസിദ്ധീകരിച്ചവര് 98-ല് 4 പേജുള്ളൂ, ഈ ഗാലപ്പഗോസ് ഉണ്ട്. അപ്പൊ ഈ കഥ ഞാൻ ശരിക്കും 10 മിനിറ്റ് കൊണ്ട് വായിക്കണം.
അതിനുവേണ്ടി പെട്ടെന്ന് എഴുതിയതാണ്. സത്യം പറഞ്ഞാൽ അതിൽ വേറെ പിന്നെ എന്താ, അതിനൊരു കഥയുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു അനുഭവത്തിന്റെ ഒരു സ്പർശം ഉണ്ടാവുമല്ലോ കഥയിൽ. ഞാൻ ചെറുപ്പത്തിലുള്ള സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത്, ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു റേഡിയോ കൊണ്ടിങ്ങനെ പെട്ടെന്ന് പോകുന്നത് കണ്ടു. അപ്പൊ ചോദിച്ചു, ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ റേഡിയോ ഒന്ന് പണയം വെച്ച് എത്ര 50 രൂപ മറ്റേ കിട്ടുമോ എന്ന് ചോദിച്ചു. 50 രൂപ ഒന്ന് വലിയ എമൗണ്ട്. നമുക്ക് അവിടെ പണയം വെപ്പില്ല, പക്ഷെ ഇവിടെ കുര്യപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ അവിടെ ആളാണ് പണയം എടുക്കുക, ആള് സ്വർണ്ണം എടുക്കുള്ളൂ, ഇനിയിപ്പോ നിങ്ങൾ അവിടെ ചോദിച്ചു നോക്കിയോളൂ എന്ന് പറഞ്ഞു. അതൊരനുഭവം. മറ്റൊരു സമയം ഞാനൊരു 4ാം ക്ലാസ്സിൽ എത്തുന്നത് വരെ ഒരു മലയുടെ താഴ്വാരത്താണ് താമസിച്ചിരുന്നത്. ഇപ്പൊ താമസിക്കുന്ന വീടിൽ നിന്നും കുറച്ച് മുകളിൽ. അപ്പോൾ പിന്നീട് ഒരു ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോഴാണ് താഴത്തേക്ക് വന്നത്. അപ്പൊ ഈ മലയുടെ താഴെ താമസിക്കുമ്പോൾ രാത്രി, എത്ര രാത്രിയാണെന്ന് അറിയില്ല, ഒരാള് ഇങ്ങനെ റേഡിയോ എന്നുള്ള പാട്ട് ഇങ്ങനെ അകന്നകന്ന് പോണ കാണാം. ഒരു തയ്യൽക്കാരനാണ് അത്. അദ്ദേഹം ഈ രാത്രി തയ്യലൊക്കെ കഴിഞ്ഞ് പോവാണ്. അപ്പൊ ഞങ്ങളുടെ വിചാരം, വീട്ടിലൊക്കെ പറഞ്ഞിരുന്നത് അയാൾ റേഡിയോ മേടിച്ചു എന്നുള്ളൊരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് ഇത്. സത്യത്തിൽ പിന്നീട് ആലോചിച്ചപ്പോൾ അങ്ങനെയല്ല, അയാൾക്ക് പേടിയുണ്ടാവും ചിലപ്പോ, ഒറ്റയ്ക്കുള്ള വഴികളിലൂടെ നടന്നു പോകണം. അപ്പൊ ഒരു ഏകാന്തതേനെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും. അത് പിൽക്കാലത്ത് നമുക്കല്ല, അതുവരെയൊക്കെ നമ്മൾ പരിഹാസത്തോടെ നോക്കുക അയാളെ. അങ്ങനെയൊക്കെയുള്ള ചില ഓർമ്മകൾ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഈ പണയം എഴുതുമ്പോൾ. അപ്പൊ ഇത് പെട്ടെന്ന് എഴുതി വായിച്ചു. പക്ഷേ നമ്മളെപ്പോഴും കഥയിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു ദാർശനികമാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കഥ അവിടെ ഇട്ടു. സത്യം പറഞ്ഞു. പിന്നീട് ഇവരത് പബ്ലിഷ് ചെയ്തു. കുറെ നാൾക്ക് ശേഷമാണ് സത്യത്തിൽ ആ പുസ്തകത്തിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു 2019 അത്. പിന്നെ 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ട് ആ പുസ്തകത്തിലേക്ക് വരുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഒരുപാട് പേർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുകയുണ്ട്. തന്നെയല്ല, നിരൂപകർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കില്ല. അത് ഡോക്ടർ ഷാജി ജേക്കബ്, പ്രശസ്ത നിരൂപകനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ആളെ എഴുതി, ഇക്കാലത്തും കാരൂരിന്റെ കഥ എഴുതാൻ സാധിക്കുമെന്നാണ് തെളിയിക്കുന്നത് എന്ന് എഴുതി. അത് എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. അങ്ങനെ അതൊക്കെയാണ് അതിന് പുറകിലുള്ള പ്രശ്നം. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കഥ ആയിരിക്കും. ഒരുപാട് നാടകങ്ങള്, ഒരുപാട് ഡോക്യുമെന്ററി എന്തൊക്കെയോ വന്നിട്ടുണ്ട് അതില്. പലതും ഇപ്പൊ ഏകാംഗ നാടകം, പിന്നെ എനിക്കൊന്ന് കണ്ണൂർ 2 അധ്യാപകർ മാത്രം ചേർന്നിട്ടുള്ള നാടകങ്ങൾ, റേഡിയോ നാടകമായിട്ട് ചേർന്നിട്ടുണ്ട്. ഒത്തിരി വന്നിട്ടുണ്ട്. അത് ശരി. അതെ. ഓക്കെ. സാറ് റേഡിയോ കേൾക്കാൻ തുടങ്ങി വായിച്ചിട്ട്. അപ്പൊ ഈ കൊല്ലം മുതല് SSLCക്ക് അതില്ല പുതിയ പാഠപുസ്തകത്തില്. അപ്പൊ എത്രമാത്രം നഷ്ടമാണ് ഈ പുതിയ തലമുറയ്ക്ക് സംഭവിക്കാൻ പോണത്. അങ്ങനെയല്ലേ? അതെ. എന്തായാലും വലിയ സന്തോഷം. ഞാൻ പല അധ്യാപകരും കുട്ടികളൊക്കെ വിളിക്കാറുണ്ട്. അതും ഒരു അത്ഭുതമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. പിന്നെ ഒരു പക്ഷെ അതൊരു ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് വീഡിയോ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് അയക്കണം. ആദ്യം ഒരു കൗതുകത്തിന് 1-2 ചെയ്യും. പിന്നെ നമുക്കിത് 1 മിനിറ്റ് വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരമണിക്കൂർ സമയമാണ്. ഇത് നമ്മൾ അഭിനയിക്കാറിയാത്ത ആൾക്കാരായതുകൊണ്ട് ഇതൊക്കെ വെച്ച് കുട്ടികളെയൊക്കെ സഹായിച്ച്, പിന്നെ അതുകൊണ്ട് ഞാനത് അങ്ങനത്തെ പരിപാടികൾ ഇപ്പൊ എടുക്കാണ്ട് പോയി. അങ്ങനെ തുമ്പമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൺകോഡിയ ഫെസ്റ്റിന്റെ ഈ വേദിയിലേക്ക് നിങ്ങൾ 2 പേരും കടന്നു വന്നു. ഹോർത്തൂസിൽ സംവദിച്ചു. ഭദ്രാസനത്തിന്റെ പേരിലും മലയാള മനോരമയുടെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.